ക്യാഷ് ഉണ്ടോ? ക്യാഷും കയ്യിലില്ല. ആരെങ്കിലും അങ്ങനെ പറയൂല്ലേ? ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റണത്. എനിക്ക് ചിക്കൻ ഓയിൽ ഫ്രൈ വരുന്നില്ലേ, അതാണ് ഹലോ, ഞങ്ങളൊരു ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. ബ്രോസ്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് സ്റ്റേഡിയത്തിലാണ് പോണത്. ഒരു ബ്രോസ്റ്റഡ് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ആ കട അവിടെ ഇപ്പഴുണ്ടാന്ന് എനിക്കറിയത്തില്ല. നമ്മള് നോക്കാൻ വേണ്ടി പോണേണ്. പക്ഷെ ഭയങ്കര കൊതിയായിട്ടാ പോണത്. ഒരു ലേഡി നടത്തുന്നതാണ് കേട്ടാ. എന്താ പറയാ, സ്റ്റേഡിയത്തിന്റെ അകത്തല്ലേ, അവിടെയാണ്. എന്താ പേര്? ബ്രോസ്റ്റ് ആൻഡ് ഗ്രിൽസ് അല്ലേ? അത് ഒരുപാട് വൈറലായിട്ടുള്ള വീഡിയോ. ഞാൻ നോക്കാം ഇപ്പൊ. അപ്പൊ അത് ഒരുപാട് വൈറലായിട്ടുള്ള ചെയ്തിട്ട് നമുക്ക് എപ്പോഴും പറയൂട്ടോ അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കാറിൽ കുറച്ച് ഡീസൽ അടിക്കണം, എയർ ചെക്ക് ചെയ്യണം. കാരണം കാർ എടുത്തിട്ട് ഇപ്പൊ കുറച്ച് നാളായി. എപ്പോഴും നമ്മള് ടൂ വീലറിനാണ് പോവാ, തിരക്കുമല്ലേ. ഇന്ന് കാറും ഒന്ന് എടുക്കാം, നമുക്ക് ഇതൊന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് പുറത്തു പോവാണ് കേട്ടാ. ചെയ്തണ്ണൊക്കെ ദേ ഇവിടെ ഇരിക്കണ്ട്, ലച്ചു ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടാ പോവാൻ വേണ്ടി പോണത്. വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകണ്ട്. ഇനി കിട്ടുമോന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വിചാരിച്ചത് മാപ്പ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 10 മണി വരെ അവിടെ ഉണ്ട്. ആണോ? മനസ്സിലായോ? അങ്ങോട്ട് പോവാം. ഈ കൊച്ച് എന്തോ ഒരു വീടിന്റെ താഴത്താ, അതിന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴത്തെങ്ങാണ്ടുമായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നേച്ചത്. എന്നിട്ട് ഇതിന് അവിടുത്തെ അവരൊക്കെ കൂടി ഓടിച്ച്. ആര്? ഓണറാ? അങ്ങനെ എന്താണ്ടൊക്കെ സംഭവം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വേഗം ഒരു പിക്ചർ ഉണ്ട്, ഇതാണ് സംഭവം. എനിക്ക് അതും കൂടി ഇല്ല. ചെയ്തിട്ട് എപ്പോഴും പറയൂട്ടോ നമുക്ക് ഇങ്ങനെ പോവാന്നൊക്കെ ഉള്ളത്. ഞാൻ അല്ലെങ്കിൽ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ചാർജ് തീർന്നു പോവില്ല. 26 ഉള്ളു. നമുക്ക് ഇനി അവിടെ കഴിക്കണൊക്കെ കുറച്ച് എന്തെങ്കിലും ഒക്കെ എടുക്കണ്ടേ. അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. നമ്മളെ ചെലപ്പോ കിട്ടുമോ, തിരക്കായിരിക്കും അല്ലേ. ഇപ്പൊ ആ കുട്ടി എവിടെയാ നടത്തണത്? വേറെ ഷോപ്പ് എടുത്താ അതോ ചെറുതായിട്ട് പ്രോപ്പർ ഷോപ്പ് തോന്നണ, അതോ വേറൊരു വീട് എടുത്തിട്ട് അതിന്റെ അടിയിൽ എന്തൊക്കെയാണ്? അല്ല ചെയ്തിട്ട് ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട്? അതൊരു പ്രോപ്പർ ഇതുപോലെ ആരോ വഴക്ക് പറഞ്ഞു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അത് ആ പെൺകുട്ടി വെറുതെ ഒരു എന്താ നമ്മുടെ ഇതില്ലേ ബൺമസ്ക പോലെ തുടങ്ങി, അത് അത്യാവശ്യം വൈറലായി. പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ കൊച്ചിന്റെ അത് ഭയങ്കര വൈറലായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞില്ല ഇതട്ടാ. ഇവിടെ ഒരു മാഞ്ഞാലി ബിരിയാണി ഉണ്ട്, എനിക്ക് ഒരു ദിവസം അത് വന്ന് കഴിക്കണമെന്നുണ്ട്. സജീവനും വിപിനും കൂടി കഴിഞ്ഞ ദിവസം പോയി മാഞ്ഞാലി ബിരിയാണി കഴിച്ച് ഇവിടെ വന്നിട്ടാ. ഒറിജിനൽ മാഞ്ഞാലി. എങ്ങനെയുണ്ടായി? ഇത്ര നല്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവിടെ കൂടെ പാസ് ചെയ്യുമ്പോ ഭയങ്കരമാണോ. നമ്മളിപ്പോ പാലാരിവട്ടത്ത് എത്തിയിട്ടാ. ഇവിടെ ഉത്സവമാണ്. അതല്ലേ ഇവിടെയാണ് അമ്മ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയത്. മനസ്സിലായോ? നല്ല രസമുണ്ടല്ലേ. പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഒന്നും മനസ്സിലാവണില്ല. ഇപ്പൊ ആയിട്ടുണ്ട്. വന്നു ദേ നിറച്ച് ലൈറ്റൊക്കെയാണ്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ലച്ചുവിന് പറ്റിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കാണില്ല, നല്ല രസമുണ്ട്. വാ നോക്കിയെടുക്കട്ടാ. വല്ലോടത്തും നോക്കി പോയി കഴിയുമ്പോഴേ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് പാക്കല വഴിയൊക്കെ മനസ്സിലാവാതെ മാപ്പൊക്കെ ഇട്ടു കേട്ടാ. പിന്നെ ഒരു സംശയം, ഇനിയിപ്പോ ഇവിടെ നിന്നൊരു 700 മീറ്റർ മതി ഇങ്ങോട്ട് പോവാനായിട്ട്. ചെറിയ റോഡും ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂട്ടർ തന്നെയാണ് ഗുഡ് അല്ലേ ഇതട്ടാ. പിന്നെ ഇപ്പൊ മൂന്നാളൊക്കെ ഇപ്പൊ പോവാനായിട്ട് ഞാനും ലച്ചൊക്കെ ഇരുന്ന് പോകുമ്പോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ടൂ വീലറിൽ. ഇനി 600 മീറ്റർ, 550 മീറ്റർ, 450 മീറ്റർ, 400 മീറ്റർ, 350 മീറ്റർ, ഇനി 260 മീറ്റർ. അപ്പൊ നമ്മൾ എത്തിയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ചെയ്തിട്ട് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇതാണ് കേട്ടോ സ്ഥലം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല.
ലച്ചു ഇവിടെ വന്നപ്പോഴത്തേക്കും ബർഗർ മതിന്നായി. അപ്പൊ ഞാനിവിടെ ഇരിക്കണേന്ന്. വിശക്കണുണ്ട്. എനിക്ക് ചിക്കൻ, ഒരു ചീസ് ബർഗർ, പിന്നെ വേറെ ബ്രോസ്റ്റഡ് എങ്ങനെയാണ്? ഒരു പീസ് മുതൽ 8 പീസ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പീസിന്റെ ഉണ്ടല്ലോ പീസ് മാത്രം മതി. ഒരു പീസിന് എത്ര? ഒരു പീസ് 70 രൂപ. ഇനി അവിടെ കാന്താരി ബ്രോസ്റ്റഡ് ഉണ്ട്, വേണോ? ഇനിയിപ്പൊ ഇന്നിപ്പോ വേണ്ട, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. എരിവാണ് കാന്താരി. പിന്നെ വേറെ ചീസിന്റെ ഉണ്ട്. ചെയ്താണ് കാന്താരി ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമാണ്. ഇത് ഇതാണല്ലേ ബർഗർ. ലച്ചിന്റെ ബർഗർ ഏതാന്ന് കാണിച്ചു തന്നെ, ഇതാണോ? ഇത് 85 റുപ്പീസ്. റോൾ ഉണ്ട്, നോർമൽ ബ്രോസ്റ്റഡ്. ഇത് നോക്കിയേ, ചീസ് ബ്രോസ്റ്റഡ് റോള് ക്ലിയർ അല്ലാതിരിക്കണ 109. നോർമൽ വെജ് റോള്, സ്പെഷ്യൽ ടീ ഉണ്ട്, വാനില ടീ ഉണ്ട് 30 രൂപ, ജിഞ്ചർ ടീ, കാടമൺ ടീ എല്ലാത്തിനും 30, പിന്നെ മൊജിറ്റോ 60, അങ്ങനെയൊക്കെ. ബർഗർ, സ്പെഷ്യൽ ബർഗർ 119 റുപ്പീസ് ഉള്ളൂ. നോർമൽ ബർഗർ 75. അതിൽ നോർമൽ ബർഗർ എന്ന് പറയുമ്പോൾ ചീസ് ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. ചോക്ലേറ്റ് വേഫിൾ ഉണ്ട് 79. ഓ, ചോക്ലേറ്റ് വേഫർ. അതേ ചിരി തന്നെ, ചിരി. ഡബിൾ ഇഷ്ടപ്പെട്ടില്ലേ വേഫർ? ആണോ? ഡബിൾ ചോക്ലേറ്റ് വേഫിൾ ഡബിൾ 99 രൂപ. ഇപ്പൊ നല്ല ക്ലിയർ ആയില്ലേ? നേരത്തെ ചെയ്തിട്ട് ക്യാമറയിൽ ഉണ്ടാവോ? അപ്പൊ കുറച്ച് വീഡിയോ ക്ലിയർ അല്ലാത്ത വീഡിയോ ആയിരിക്കും. ബ്രോസ്റ്റഡ് ചിക്കൻ വരുന്ന ബർഗർ നമുക്ക് ലക്ഷ്മിന്റെ കുറച്ച് അടിച്ചു മാറ്റിയാലോ? പറഞ്ഞില്ല, അർത്ഥം പറഞ്ഞതില്ല. ബ്രോസ്റ്റഡിന്റെ, അതായത് ബ്രോസ്റ്റ് ചെയ്ത് വരുന്ന ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ. ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡീപ് ഫ്രൈ ആയിട്ട് ഭയങ്കര എണ്ണയിൽ മുക്കിയെടുക്കുക. അത് ഫ്രൈഡ് ചിക്കൻ. ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോയിൽ ചെയ്തിട്ട്, ബോയിൽ ആൻഡ് ഫ്രൈഡ് ഒപ്പം ചെയ്യും. ബോയിലിംഗ് ഫ്രൈയും കൂടെ ഒരുമിച്ച്, അതാണ് ബ്രോസ്റ്റഡ്. മനസ്സിലായി? അല്ല അല്ല അല്ല, നല്ല ഉറക്കക്ഷീണമുണ്ട് നോക്ക്. നീ ഇന്നലെ 2 മണിക്കൂറാ 3 മണിക്കൂറാ ഇന്നലെ ഉറങ്ങിയത്. 12 മണിക്കാണ്. നാളെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് അതാണ് ഇഷ്ടമുള്ളൂ, KFC. പിന്നെ ലച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കഴിക്കൂല, പകുതി എനിക്ക് കഴിക്കാൻ. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. അല്ല, ഇന്നാളെന്തോ കഴിച്ചല്ല ഇതുപോലെ തന്നെ. ദോശ സോഷ്യൽ കിച്ചണിൽ പോയിട്ട് മസാല ദോശ വെച്ച് ഇത്തിരി കഴിച്ചുള്ളു. ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്ത് തന്നെ. അതൊന്നും ഞങ്ങൾക്ക് വട, തൈര് വട, അത് മതിയാക്കി. എല്ലാം വേണമെന്നിട്ട് എല്ലാം മതിയാക്കും. ഓ, കപ്പാസിറ്റി വേണ്ടേ കഴിക്കാന്നാണ് ചോദ്യം. അത് അച്ഛനും നമുക്കുണ്ട്. പണ്ട് ലച്ചും ബർഗർ മേടിച്ച് അതിന്റെ ഉള്ളിലെ പാറ്റിയൊക്കെ എനിക്ക് വരും, ബണ്ണ് മാത്രം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മോമോസ് വാങ്ങിക്കഴിഞ്ഞാണ്ടല്ല അതിന്റെ ചിക്കനൊക്കെ എനിക്ക് എന്നിട്ട് ആ മോമോസിന്റെ മോർത്ത മാത്രം കഴിക്കും. നമ്മള് കറക്റ്റ് ആയിട്ടാണ് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എന്താ പറയാ KFC ഇതും തമ്മിൽ എന്തെങ്കിലും വല്ല ഇന്റർ കണക്ഷൻ ഉണ്ടോ എന്ന് പറയാം. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വരും. ഇടക്ക് ഇടക്കിടാവുമ്പോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അല്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കണ്ടാ പോയിന്റ് വന്നത് കണ്ട ചെയ്തട്ടാ. അതായത് KFCയുടെ ഹാഫ് പ്രൈസേ ഉള്ളൂ. KFCയില് 110 or 120 സംതിങ് എങ്ങാണ്ട്. പിന്നെ അവിടെ ഓഫർ ഇല്ലേ ചേട്ടാ, ബുധനാഴ്ച ദിവസമൊക്കെ താൻ കൊണ്ടോണില്ലല്ലോ. 12 പീസ് ചിക്കന് എത്രയൊക്കെയോ അങ്ങനെ എന്തോ അല്ലേ, 400. നമ്മുടെ മൊയ്ത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. കണ്ടാ, നമ്മള് ബ്ലൂ മീൻ മൊയ്ത്തോ ഉണ്ടാ പറഞ്ഞേക്കണത്. എനിക്ക് ചിക്കൻ വന്നിട്ട് മതി. വെച്ചൂരാണെങ്കിൽ ഒരു സമാധാനം ഇല്ല അതവിടെ ഇരുന്നിട്ട്. മോനെ നാളെ ഇഞ്ചക്ഷൻ ഉള്ളതാണാ. സ്റ്റോപ്പ്.
നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ ഉണ്ടാ വരുന്നത്. ഇവര് പാട്ട് ഇട്ടിട്ടുണ്ട്. കഴിച്ചു നോക്കിട്ട് പറയട്ടാ. ആണാ സത്യം എന്തെങ്കിലും ഇടുതാ ഈ രാത്രി അല്ലേ? ഇങ്ങനെ ഉണ്ട് ഇരിക്കുക നമ്മുടെ. ആ പ്ലേറ്റ് ഇവിടെ കൊണ്ടുവരണോ? ലച്ചുവിന്റെ ബർഗർ കാണിച്ചില്ല. ചൂടാണ് കേട്ടോ, വായ പുള്ളോ. ചൂടാ. ഇതാണ് ട്ടോ നമ്മുടെ റോസ്റ്റഡ്. ലച്ചുവിനാണെങ്കിൽ എല്ലാം വേണമെന്നുണ്ട്. ബർഗർ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടാ? സത്യം പറ. ചൂടാ. നല്ല സോഫ്റ്റ് ആണ്. നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞതാ. നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സേതന് ഇഷ്ടപ്പെട്ടില്ലേ? സേതന് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ KFC ചിക്കൻ, അതിന്റെ ഒക്കെ അടുത്ത് വരെ നിക്കൂട്ടോ. തൊട്ട് താഴെ അല്ലേ? അടിപൊളി ചിക്കൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ നമ്മൾ ഇനി ഇടയ്ക്ക് വരും. ഇനി വഴിയെ അറിയാലോ. അപ്പൊ നിങ്ങളും പറ്റുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കഴിച്ചു നോക്ക്. അടിപൊളിയാണ് കേട്ടാ. നമ്മള് ഒരു ബർഗർ പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടാ. എവിടെ കയ്യില് ബർഗർ ഉണ്ട്? ബർഗർ എന്ത്? ബർഗർ അവിടെ ഉണ്ട്. എടി ജിപേ ഉള്ളൂ. നിന്റെ ജിപേയിൽ ക്യാഷ് ഉണ്ടോ? ചെയ്തിട്ട് എന്താ ബില്ല് കൊടുക്കാതെ ഇവിടെ നിക്കണേ? ഗൂഗിൾ പേ ഉള്ളൂ, കാർഡില്ല, ക്യാഷും കയ്യിലില്ല. അപ്പൊ അത് വിബിന്റെ ക്യാഷ് മേടിച്ച് ഇടുക. എന്നോട് കാണിച്ചേ. നിങ്ങൾ വരികയാണെങ്കിൽ കാർഡായിട്ട് വരരുത്. ഒന്നുകിൽ ക്യാഷോ ജിപേയോ വേണം ഇവിടെ വന്നെയാണ്. ഞാൻ പോയി കൊടുത്തിട്ട് വാ. ലൈറ്റ് ഒന്നുമില്ല, കുഴപ്പമില്ലല്ലോ. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പളേ നമ്മുടെ എന്താണ് ജിപേ ഉണ്ടായിരുന്നില്ല, കാർഡായിരുന്നു. പിന്നെ ഈ പറയണ പോലെ മൊത്തം 545 രൂപ. മൊത്തം മൈക്കോണാണോ അത് ചെയ്തത്? അപ്പൊ 545 രൂപയായി. പിന്നെ പറ ഞങ്ങള് അതുപോലെ ജിപേ ചെയ്യാനോ കാശോ കയ്യിലുണ്ടായില്ലേ, കാർഡ് ഉണ്ടായത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു പൊയ്ക്കോ, കുഴപ്പമില്ല, പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയൂല്ലേ അല്ലേ? ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങക്ക് പറ്റണത്. ചിയാങ്ങില് ലച്ചു ചെറുതായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് ഗൂഗിൾ പേ ഒക്കെ ഗൂഗിൾ പേ ഒന്നും ഇല്ല ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്താണ് കാർഡ് കൊടുത്തു കഴിഞ്ഞ് കാർഡ് കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പഴയ കാർഡ് അത് രണ്ട് പുതിയതും പഴയതും ഒരേപോലെ ഇരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞേ അതെ ക്യാഷ് ഇല്ല, കാർഡിന്റെ ഉള്ളിലാണ്. എന്ത് ചെയ്യും? അതിനെന്താ പൊക്കോ, നാളെ കൊണ്ടുവന്നാ മതി, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തപ്പ നമ്മള് പോയി ക്യാഷ് കൊടുക്കാതെ പോയി. പിറ്റേ ദിവസം പോയി. അന്നേരം നമ്മളൊരു ഫ്രൈഡ് റൈസും കൂടി മേടിച്ചിട്ട് പോകും. അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർഡ് എടുക്കൂല കേട്ടാ, ക്യാഷ് എടുക്കില്ലേ? ക്യാഷ് എടുക്കും. ക്യാഷും ജിപേയും എടുക്കും. ജിപേ ആണ് പ്രിഫറബിളി. ആണോ? എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ ജിപേ ഉണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഇപ്പൊ
സേതുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ അല്ലേ? ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ പറയാൻ പറ്റില്ല. I prefer this chicken over പക്ഷേ നമുക്ക് chicken. ചിക്കിങ്ങിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കിങ്ങിലെ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ആ ചിക്കന്റെ ടെക്സ്ചർ അത്ര അങ്ങോട്ട് കാര്യമില്ല. പിന്നെ KFC ഞാൻ പറഞ്ഞ പോലെ തൊട്ട് താഴെ തന്നെ നിൽക്കും. എന്തായാലും ഫസ്റ്റ് തന്നെ KFC ചിക്കൻ തന്നെയാണ്. പിന്നെ നമ്മളെ ഈ പറഞ്ഞ പോലെ മെയിൻ പോയിന്റ് ആണ് അഫോർഡബിൾ റേറ്റിന് നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങി കഴിക്കാൻ. അങ്ങനെ നമ്മൾ ബർഗർ കഴിച്ചു, 4 പീസ് ചിക്കൻ കഴിച്ചു, ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു, വയറ് നിറഞ്ഞു. ഒരു ബർഗർ ഇപ്പൊ നമ്മൾ പാഴ്സലും പറഞ്ഞു. ഇതിപ്പോ KFC കഴിക്കണമെങ്കിൽ 1800 ഒക്കെ ആവൂലേ? വരും. ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മാറി മാറി കഴിക്കണം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് പോയി കഴിച്ചോ. അടിപൊളി ചിക്കനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വയറ് നിറഞ്ഞ. അതുപോലെ അവിടുത്തെ ആൾക്കാരെ പെരുമാറ്റവും നല്ല അടിപൊളിയാണ് അല്ലേ? ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടുതലും അവിടുന്ന് പാഴ്സലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് കഴിക്കുന്ന ആളുകള് ആ റൂമിൽ അവരുടെ ഷോപ്പിന് എന്ത് റെന്റ് ഉണ്ടെന്ന് അറിയോ? 35,000. മറ്റേ ഒരു ബാക്കില് അവിടെ 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ അച്ഛനും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ടാ? അതിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചോദിച്ചു എന്താണ് അവർക്കൊരു ബിൽഡിംഗ് ഉണ്ടത്, അതിന് റെന്റിന്റെ കാര്യം എന്റെ അടുത്ത് നിന്നല്ലേ പറഞ്ഞു. ഞാനിങ്ങനെ ആണല്ലേ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ കാര്യങ്ങള്. എന്നാ നമ്മടെ അവിടെ ഇല്ലേ കലൂരൊക്കെ എത്രയാണ്? 45,000. 35,000 അഫോർഡബിൾ റേറ്റ് ആണ്. അതിനുള്ള അവർക്ക് കിട്ടണുണ്ടാവും.